ഒരേ സമയം രണ്ട് പുരുഷന്മാരെ പ്രണയിച്ച ഒരു യുവതിയുടെ തട്ടിപ്പിന്റെ കഥയൊന്ന് കേൾക്കാം. ഒരു കാമുകൻ നാട്ടിലും മറ്റൊരാൾ വിദേശത്തും. അതിൽ വിദേശത്തുള്ള കാമുകനുമായി കല്യാണം ഉറപ്പിച്ചെങ്കിലും കൊച്ചിയിലുള്ള യുവാവിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻ. പ്രണയചതിയെക്കുറിച്ച് രണ്ടു പേര് പറഞ്ഞതോടെ അതും മറയ്ക്കാൻ യുവതിയുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകം. എന്നാൽ ഏത് കള്ളത്തരവും ഒരിക്കൽ പിടിക്കപ്പെടില്ല. കൊച്ചിയിൽ യുവതി നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകം പോലീസാണ് പൊളിച്ചടക്കിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ പരാതി വ്യാജമാണെന്ന് എളമക്കര പോലീസ് കണ്ടെത്തി. ഒരേ സമയം രണ്ടു പേരുമായി ബന്ധം തുടർന്ന യുവതി ഇരുവരെയും കബളിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് പോലീസ് പൊളിച്ചത്. യുവതിക്കെതിരെ എളമക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഒരു സംഘം ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് യുവതി നൽകിയ പരാതി. ഒരു വെളുത്ത കാറിലെത്തിയ സംഘം തന്റെ വാഹനത്തിലേക്ക് ബലമായി കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. യുവതിയുടെ സുഹൃത്താണ് 112-ൽ വിളിച്ച് വിവരം അറിയിച്ചത്. കാറിൽ വെച്ച് തനിക്ക് നേരെ ഉപദ്രവമുണ്ടായെന്നും പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിട്ടെന്നും യുവതി പോലീസിന് മൊഴി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ അത്തരത്തിലൊരു സംഭവം നടന്നതിന്റെയോ വെളുത്ത കാറോ കാണാനായില്ല. യുവതി ഒരു യുവാവിനൊപ്പം നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് യുവതിയുടെ കള്ളക്കഥ പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള കാമുകനെ കാണാൻ പോയതായിരുന്നു യുവതി. ഇയാളുമായി സംസാരിക്കുന്നതിനിടെ വിദേശത്തുള്ള കാമുകന്റെ കോൾ വന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടെ ആരാണ് എന്ന് ഒപ്പമുണ്ടായിരുന്ന നാട്ടിലെ കാമുകൻ ചോദിച്ചു. ഈ ശബ്ദം കോളിലൂടെ കേട്ട് വിദേശത്തുള്ള കാമുകനും അത് ആരാണെന്ന് അന്വേഷിച്ചു. നാട്ടിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാൽ വിദേശത്തുള്ള യുവാവുമായുള്ള വിവാഹം മുടങ്ങുമെന്ന് ഭയപ്പെട്ട യുവതി തട്ടിക്കൊണ്ടുപോകൽ എന്ന കള്ളക്കഥ കെട്ടിച്ചമയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ചേരാനല്ലൂർ പോലീസിനാണ് കൺട്രോൾ റൂമിൽ നിന്നും വിവരം കൈമാറിയത്. എന്നാൽ എളമക്കര സ്റ്റേഷൻ പരിധിയിലായതിനാൽ അന്വേഷണം എളമക്കര പോലീസിന് കൈമാറി. കേരള പോലീസ് സെക്ഷൻ 117D പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ വിവരം നൽകിയെന്നതാണ് വകുപ്പ്. തുടർന്ന് യുവതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കൊച്ചി.